സോ ഹായ് നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തേരാപ്പാരയുടെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഫസ്റ്റ് ഡേ നമ്മൾ ചെറിയ ബേസും കാര്യങ്ങളൊക്കെ നമ്മുടെ വേൾഡിൽ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ റൂയിൻ്റെ പോർട്ടൽ ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടുപിടിച്ചു. അതൊന്ന് ലൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ള പരിപാടി എന്തൊക്കെയാണ് നമുക്ക് സെക്കൻഡ് എപ്പിസോഡിൽ നോക്കാം. സോ without wasting any time, let's get into the video. യെസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാനായിട്ടുള്ളത് മെയിൻലി നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. അറിയാലോ, നോർമലി നമ്മളൊരു 1000 ബ്ലോക്സ് മിനിമം 1000 ബ്ലോക്സിനുള്ളിൽ എന്തായാലും ഒരു വില്ലേജ് 500 to 1000 ഓക്കെ അപ്രോക്സിമേറ്റ്ലി അത്രയ്ക്കുള്ളിൽ നമ്മൾ എന്തായാലും സ്പോൺ ആയതിൻ്റെ അടുത്ത് നമുക്കൊരു വില്ലേജ് കാണും. സോ അപ്പോൾ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എന്തായാലും റൂയിൻ പോർട്ടൽ കണ്ട സ്ഥിതിക്ക് ഞാൻ എന്തായാലും അങ്ങോട്ടോ ഈ സൈഡിലോട്ടോ എല്ലാം പോയി നോക്കാനായിരിക്കും എൻ്റെ പ്ലാന്. എന്തായാലും നമ്മൾ ഇന്നൊരു വില്ലേജ് കണ്ടുപിടിക്കും ഉറപ്പായിട്ടും. സോ അപ്പോൾ അത് നമ്മുടെ ഒരു പരിപാടി. പിന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ആ വില്ലേജിൽ സാഡിൽ ഇട്ടുവാണെങ്കിൽ അതുകൂടി എടുക്കണം. കാരണം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ കണ്ടില്ല, അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഇവിടെ ആവശ്യം പോലെ ഹോൾസുകളൊക്കെ സ്പോൺ ആവുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും സാഡിൽ കിട്ടുവാണെങ്കിൽ അതെന്തായാലും ഉപയോഗപ്പെടും. സോ അപ്പോൾ അത് പരിപാടിയും കൂടി നോക്കണം. ഓൾസോ നമ്മുടെ ഫുഡിൻ്റെ ഇപ്പം നമുക്ക് തൽക്കാലം ഫാമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ ആവശ്യം പോലെ നമുക്ക് മോബും കാര്യമൊക്കെ സ്പോൺ ആവുന്നതുകൊണ്ട് അത് നമുക്ക് വിഷയമല്ല. ആൻഡ് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഓക്കെ നമുക്ക് അതിന് ടൈം കാര്യങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് നേരെ പോയിട്ടൊരു വില്ലേജുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ പോയി നോക്കാം. പോകും മുന്നേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇത്രയും എന്തായാലും വേണ്ട. ഇതുപോലെ നമ്മുടെ ഫർണസ് നമ്മുടെ ഇരിക്കണം. നമുക്ക് ഫർണസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ആക്കിയിട്ട് പോവാം. ഓക്കെ, ഫർണസ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡുണ്ട്, നമുക്ക് അതും കൂടി കുക്ക് ചെയ്യാം. ഞാൻ ഇൻവെൻട്രി കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ഇനി നമുക്ക് നേരെ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാം. അതിന് മുന്നേ ഇവിടെ ഒരു വാണ്ടറിങ് ട്രേഡർ നിൽപ്പുണ്ട്. മച്ചാൻ്റെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. വെയിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫുൾ എമറാൾഡ് കൊടുത്ത് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് ബ്ലൂ ഡൈ ഉണ്ട്, പിന്നെ കുറച്ച് എമറാൾഡ്. എന്തായാലും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ഇവന്മാരെ തല്ലിക്കൊന്നിട്ട് ഈ ലീഷ് എടുക്കാൻ പറ്റുമോ നോക്കാം. എന്ന് നമുക്ക് നമ്മൾ ഒരു ഹോഴ്സും കാലൊക്കെ നമുക്ക് ഷാഡിൽ അഥവാ കിട്ടുവാണെങ്കിൽ ടൈം ചെയ്യുവാണെങ്കിൽ നമുക്കത് യൂസ് ആവും. അല്ല വെച്ചാനേ എൻ്റെ കൂടി ലീഷിങ് തന്നേക്കാം. ഓക്കെ, സന്തോഷം. 2 ലീഷ് കിട്ടിയില്ലേ? ഓക്കെ, 2 ലീഷ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്തായാലും വില്ലേജ് തേടി നമുക്ക് പോകാം. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി കിട്ടി. ഒരുപാട് ദൂരമൊന്നും പോയിട്ട് വന്നില്ല. ഇവിടെയാണ് നമ്മുടെ റൂയിൻ പോർട്ടൽ. ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബേസ്. ഞാൻ വെറുതെ ഇങ്ങോട്ട് അത്യാവശ്യം ഇവിടെ പ്ലെയിൻ ആയി കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഇവിടെ തന്നെ നമുക്കൊരു വില്ലേജ് കിട്ടിയാണ് നൈസായിട്ട്. അത് കൊള്ളാം, അതെന്തായാലും പൊളിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ദൂരമൊന്നും പോകണ്ട. നമുക്ക് അടുത്ത് തന്നെ ഒരു വില്ലേജ് എന്തായാലും കാണും. അതെന്തായാലും നൈസായിട്ടുണ്ട്. ഓക്കെ, ഇത് അത്യാവശ്യം വലിയ വില്ലേജ് ആണ്. ഒരു വീടൊക്കെ ഇവിടെയൊക്കെ സ്പോണായി. നമുക്ക് എന്തായാലും ഞാൻ എല്ലായിടത്തും ഒന്ന് കയറി നോക്കട്ടെ. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തായാലും നമുക്ക് തൽക്കാലം തട്ടിപ്പിടിച്ചോണ്ട് പോകാം. ഇതെന്തായാലും ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തായാലും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കത്തില്ല. നമുക്ക് എന്തായാലും കടിച്ചോണ്ട് പോകാം. ഓക്കെ, കുറച്ച് ക്യാരറ്റ് നിൽപ്പുണ്ട്. സോ അത് നമുക്ക് എന്തായാലും എടുക്കാം. കുറച്ച് ക്യാരറ്റും അതുപോലെ പൊട്ടറ്റോയും ഉണ്ട്. അത് രണ്ടായാലും ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് അത്യാവശ്യം ഒരു വലിയ വില്ലേജ് തന്നെ കേട്ടോ. ഈ വില്ലേജിൻ്റെ സൈഡിലാണെങ്കിൽ അത്യാവശ്യം വലിയൊരു റിവീനുണ്ട്. സോ നമുക്ക് എന്തായാലും ഇന്ന് തന്നെ ഒരു ഫുൾ അയൺ ആർമർ ആവാനുള്ള അയണും കൂടി നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. സോ അതെന്തായാലും നല്ലൊരു പരിപാടിയായിരിക്കും. സോ അതും കൂടി എന്തായാലും ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഞാൻ എല്ലാം അത്യാവശ്യം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം വീടും അരിച്ച് പറക്കി. പ്രത്യേകിച്ചൊന്നും നമുക്ക് കിട്ടിയില്ല. ഭയങ്കരമായിട്ട് ലൂട്ടും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അത്യാവശ്യം കുറച്ചൊരു ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജസ്റ്റ് സാഡിൽ നമ്മൾ അന്വേഷിച്ച് വന്ന സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. സോ കുഴപ്പമില്ല, നോ വെറീസ്. നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി ധാരാളം. സോ അതുകൊണ്ട് തൃപ്തിപ്പെടാം. ഇനി നമുക്ക് എന്തായാലും നൈസായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അയണും കൂടി ഒപ്പിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് തിരിച്ചു. നൈസായിട്ട് ഇവിടെ കുറച്ച് എങ്ങനെയൊക്കെയോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം സോംബീസും കുറച്ച് മോബ്സ് ഉണ്ട്. ഇവന്മാരെ അങ്ങ് നൈസായിട്ട് തട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് പണിയെടുത്താം. ഫസ്റ്റ് ഇവന്മാർ പണി തന്നു തുടങ്ങി. ഇവന്മാരങ്ങ് തട്ടിയിട്ട് ഇവിടെ കിട്ടുന്ന കുറച്ച് അയണും കളക്കി. ഇവിടെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് അയണുണ്ട്. സോ എല്ലാം കൂടി നമുക്ക് നൈസായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അവന്മാരെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ള അയണും കാര്യങ്ങളൊക്കെ നൈസായിട്ട് എടുക്കാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയൊരു ഒരു മൈൻ തന്നെ കേട്ടോ. നമുക്ക് ഇപ്പം അയൺ എടുക്കുന്ന പോലെ ഡയമണ്ട് എടുക്കാനും നമുക്ക് ഇവിടെ തന്നെ വന്നാൽ മതിയാവും. അത്യാവശ്യം വലിയൊരു റിവ്യൂവിന് നമുക്ക് എന്തായാലും കിട്ടിയ സീഡ് എന്തായാലും അത്യാവശ്യം നൈസ് സീഡ് കേട്ടോ. എന്ത് പറയാൻ വയ്യ, കിട്ടില്ല സീഡ്.
സോ ഞാൻ എന്തായാലും പറ്റുന്ന അത്രയും ഈ ഒരു അയൺ കാലൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വരാം. സോ ഗൈസ്, അങ്ങനെ കുറേ നേരത്തെ മൈനിങ്ങിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്ക് ഏകദേശം 1 സ്റ്റാക്കും അതുപോലെ 23 ഏകദേശം ഒരു ഓൾമോസ്റ്റ് 1.25 സ്റ്റോക്കോളം നമുക്ക് അയൺ കിട്ടി. പിന്നെ കുറച്ച് കോൾ ഒരുപാട് ഞാൻ എടുത്തില്ല, കുറച്ച് എടുത്തോളൂ. ഇനിയും ഇവിടെ ആവശ്യം പോലെ ഇവിടെയൊക്കെ ഉണ്ടാവും, ഒരു ആവശ്യം പോലെ അയൺ ഇനിയും ഇരിപ്പുണ്ട് മൈൻ ചെയ്യാനായിട്ട്. ബട്ട് തൽക്കാലം നമുക്ക് ഇതൊക്കെ മതി, അത്യാഗ്രഹം ഇല്ലല്ലോ ഏത്. സോ കുറച്ച് കോൾ എടുക്കാം. ഇവിടെ ഇങ്ങനെ കാണുന്ന കോളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ബട്ട് നമുക്ക് അയൺ എന്തായാലും അത് തന്നെ ധാരാളം. അത്യാവശ്യം നമ്മൾ വിചാരിച്ചാൽ അധികം സ്മൂത്ത് ആയിട്ടാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. ഇനി എത്ര സമയം ഇതുപോലെ സ്മൂത്ത് ആയിട്ട് പോകുന്ന അറിയത്തില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും നമുക്ക് എന്തായാലും അതൊക്കെ കണ്ടറിയാം. സോ ഇനി നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ് ഒക്കെ എന്തായാലും ഇവിടെ നിന്ന് കിട്ടി. നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോകാം. നമുക്ക് ഫുൾ അയൺ ആർമറും കാര്യങ്ങളൊക്കെ വേഗം ആവണം. സോ ലെറ്റ്സ് ഗോ. നമുക്കിനി നേരെ ബേസിൽ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ബേസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ കിട്ടിയ അയണും കാര്യങ്ങളൊക്കെ സ്മെൽറ്റ് ചെയ്യാം. ഫുള്ളായിട്ട് സ്മെൽറ്റ് ചെയ്യാനുള്ള ഫ്യൂവൽ നമുക്കില്ലടേ, എന്ത് ചെയ്യാനാ. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് അയൺ ആയിട്ടുണ്ട്. നമുക്ക് ഫുൾ അയണും എന്തായാലും സ്മെൽറ്റ് ആവട്ടെ. എന്നിട്ട് ഫുൾ അയൺ ആർമറും ഫുൾ അയൺ ടൂൾസൊക്കെ ആയിട്ട് നമ്മൾക്കൊരു കിട്ടിലൊരു അപ്ഗ്രേഡ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സുഹൃത്ത്. യെസ് ബോയ്സ്, ഫൈനലി അങ്ങനെ നമ്മൾ നമ്മുടെ ഫുൾ അയൺ ആർമർ ആൻഡ് ഫുൾ അയൺ ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഫൈനലി നമ്മൾ അത്യാവശ്യം നമ്മുടെ പ്രോഗ്രസ് നല്ല രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെന്തായാലും നല്ല കാര്യം. നമുക്കെന്തായാലും ഈ ഒരു സീരീസ് നമ്മൾ പെട്ടെന്ന് എൻഡ് ചെയ്യണമല്ലോ. നമ്മുടെ പെട്ടെന്ന് ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യണം, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്യണമെന്നാണ് നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ അജണ്ട. സോ അപ്പോൾ അതെന്തായാലും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോകളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു വീഡിയോ, നല്ലൊരു കണ്ടന്റുകളൊക്കെ ഇന്ന് കിട്ടിയെന്ന് തോന്നുന്നു. വില്ലേജ് കണ്ടുപിടിച്ചു, അവിടെ ലൂട്ട് എടുത്തു, അതുപോലെ ഫുൾ അയൺ ആർമർ ടൂൾസും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് എന്ത് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. സോ അപ്പം മറ്റൊരു ദിവസം കിടക്കാത്ത വീഡിയോ വീണ്ടും കാണാൻ പ്രതീക്ഷ. ഇറ്റ്സ് മീ സോൺ 8K dude signing off. Bye bye.